മഹാരാഷ്ട്രയിലേക്കാണ് ഇനി. അവിടെ സെക്രട്ടേറിയറ്റിന്റെ 3-ാം നിലയിൽ നിന്ന് ചാടി ഡെപ്യൂട്ടി സ്പീക്കറുടെയും MLA-മാരുടെയും പ്രതിഷേധം. കെട്ടിടത്തിന്റെ സുരക്ഷാ നെറ്റിലേക്കാണ് MLA-മാർ ചാടിയത്. ധൻഗർ സമുദായത്തെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. चैनल वाले तो നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ, ഏറെ സാഹസികമാണ്, എന്നാൽ കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതുമാണ്. ഡെപ്യൂട്ടി സ്പീക്കറുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് വിഷയം? എന്താണ് സംഭവിച്ചത്? ഇവർ സുരക്ഷിതരല്ലേ? വിനീത, വളരെ സാഹസികമായ ഒരു പ്രതിഷേധമാണ്. എന്താണെങ്കിലും മഹാരാഷ്ട്ര സെക്രട്ടേറിയറ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ സാഹസികത. അതായത് സെക്രട്ടേറിയറ്റിൻ്റെ 3-ാം നിലയിൽ നിന്നാണ് ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ അടക്കം നേതൃത്വത്തിൽ MLA-മാർ ചാടി പ്രതിഷേധിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ നർഹരി സരിവാളും അതോടൊപ്പം തന്നെ 2 ആദിവാസി വിഭാഗത്തിലുള്ള MLA-മാരുമാണ് ഈ പ്രതിഷേധത്തിൽ പ്രധാനമായും പങ്കെടുത്തിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് വിവരം ഉള്ളത്. അതായത് ധൻഗർ സമുദായത്തിന് ഇത്തരത്തിൽ പട്ടികവർഗ വിഭാഗത്തിലേക്ക് അവർ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം. അത്തരത്തിൽ ഉൾപ്പെടുത്തുന്നത് മറ്റു സമുദായങ്ങൾക്ക് അവരുടെ സംവരണം ഇല്ലാതാക്കും എന്നാണ് ഇതിൽ MLA-മാർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമായും ഭരണകക്ഷിയായ, അതായത് NCP അജിത് പവാർ വിഭാഗത്തിൽപ്പെട്ട MLA-മാരും അതോടൊപ്പം ഡെപ്യൂട്ടി സ്പീക്കറുമാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായത് എന്നും സർക്കാരിലെ ഇതുമായി ബന്ധപ്പെട്ട ഭിന്നത തുറന്നു കാട്ടുന്നത് കൂടിയാണ്. എന്താണെങ്കിലും സമൂഹ മാധ്യമങ്ങളടക്കം ഇപ്പോഴത്തെ ഈ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ വൈറലാണ്. ആർക്കും പരിക്കുകൾ ഇല്ല എന്നാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതോടൊപ്പം തന്നെ പോലീസും അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരും നന്നേ പാടുപെട്ടാണ് ഡെപ്യൂട്ടി സ്പീക്കറെയും ഒപ്പം MLA-മാരെയും ഈ നെറ്റിൽ നിന്ന് പുറത്ത് എത്തിച്ചത് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും ഈ ധൻഗർ സമുദായത്തിന് ഈ സംവരണം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാരാഷ്ട്രയിൽ വലിയ വിവാദം കൊഴുക്കുകയാണ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ മാസം തന്നെ, വരുന്ന ദിവസം തന്നെ പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ സംവരണം നൽകിയത്. ഇതുവഴി 7% സംവരണമാണ് ധൻഗർ സമുദായത്തിന് ലഭിക്കുക. അത് ദളിത് അടക്കമുള്ള അല്ലെങ്കിൽ ആദിവാസികൾ അടക്കമുള്ള മറ്റ് സമുദായങ്ങളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നാണ് ഇതിൽ പ്രതിഷേധക്കാർ ആരോപണം ഉന്നയിക്കുന്നത്. നേരത്തെ ഈ ധൻഗർ സമുദായത്തിന് ഇത്തരത്തിൽ റിസർവേഷൻ നൽകണം, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങൾ നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധം സംസ്ഥാനത്തുണ്ടായിരുന്നു. അതൊരു തലവേദന ആയപ്പോഴാണ് മഹാരാഷ്ട്ര സർക്കാർ അവർക്ക് ഇത്തരത്തിൽ ഒരു സംവരണം ഏർപ്പാടാക്കിക്കൊണ്ട് തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ അതിപ്പോൾ കൂടുതൽ പ്രതിസന്ധിയായിരിക്കുന്നു. പ്രത്യേകിച്ച് സർക്കാരിന് അകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായ NCP അജിത് പവാർ വിഭാഗത്തിൻ്റെ MLA-മാർ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ അടക്കം പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഈ വിഷയം പ്രധാനമായും ഇപ്പോഴത്തെ ഈ പ്രതിഷേധം വലിയ തന്നെ കൗതുകവും അതോടൊപ്പം വലിയ സാഹസികത നിറഞ്ഞതുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നോബിൾ, ഏതായാലും വരും ദിവസങ്ങളിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ടവർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുമ്പോൾ അത് വരുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്കയുണ്ട്. നോബിൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭിന്നതയെ എങ്ങനെ മറികടക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ ശ്രമങ്ങൾ? നേരത്തെ തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ അടക്കം കാണാൻ MLA-മാരും ഡെപ്യൂട്ടി സ്പീക്കറടക്കം ശ്രമം നടത്തുകയും അതിൽ ചില MLA-മാർ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചു എന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സംവരണം എടുത്തു കളയണമെന്നതാണ് മറ്റ് വിഭാഗത്തിൽ നിന്നുള്ള MLA-മാരുടെ ആവശ്യം. അത് തങ്ങളുടെ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കും എന്നാണ്. പ്രത്യേകിച്ച് തങ്ങളുടെ സമുദായത്തിലുള്ളവരുടെ ആനുകൂല്യങ്ങൾ ഇതുവഴി ഇല്ലാതാക്കും എന്നാണ് ഇവർ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ സംവരണം എടുത്തു കഴിഞ്ഞാൽ അത് ധൻഗർ സമുദായം വീണ്ടും പ്രതിഷേധത്തിലേക്കും തെരുവിലേക്കും ഇറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഈ വിഷയം അക്ഷരാർത്ഥത്തിൽ ഏകനാഥ് ഷിൻഡെ സർക്കാരിന് വലിയ തലവേദനയായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. BJP-യും വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. വരും തെരഞ്ഞെടുപ്പ് എന്നാണെങ്കിലും അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് പെട്ടെന്നൊന്നും ഈ പ്രശ്നം അവസാനിക്കില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സർക്കാരിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കും.